വാപ്പയാണ് കിച്ചണിലേക്ക് പിന്നെ ലഞ്ച് അടിപൊളിയായിരിക്കും കേട്ടോ. കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അതുപോലെ വാപ്പ എൻ്റെ അടുത്ത് വയനാട്ടിൽ വന്ന സമയത്ത് അടുക്കളയിൽ കയറി കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്താണ് കേട്ടോ. അപ്പോൾ ചോറ് വേവാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ വാപ്പാൻ്റെ വക സ്പെഷ്യലായിട്ടുള്ള സാമ്പാറുണ്ട്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന സാമ്പാറാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇതേ നമ്മുടെ മെഴുക്കുവരട്ടി എന്ന് പറയാൻ പറ്റില്ല, എന്തൊക്കെയോ ഐറ്റംസ് സ്പെഷ്യലൊക്കെ ആഡ് ചെയ്തിട്ട് കോവയ്ക്ക വെച്ചിട്ട് ചെയ്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇഞ്ചിയും തൈരൊക്കെ വെച്ചിട്ട് ഒരു പച്ചടി പോലെ എന്തോ ഒരു സംഭവം, അതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വാപ്പാൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് കറി ഉണ്ടാക്കുന്ന എന്ത് സാധനം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരു 3-4 മിനിറ്റ് കൊണ്ട് സംഗതി റെഡി ആയിരിക്കും കേട്ടോ. അത്ര സ്പീഡാണ് ആൾക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മോള് ഭയങ്കര കരച്ചിലാണ്, വിശക്കാന്ന് പറഞ്ഞിട്ട് രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് വേഗം തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കിയുള്ളത് അത് റോസ്റ്റും കൂടെ ആക്കുന്നുണ്ട് കേട്ടോ. കറിത്തല്ല അങ്ങനെ അവൾ ചോറ് കഴിപ്പിക്കലൊക്കെ കഴിഞ്ഞു. അവൾക്ക് അറിയുന്ന അധികം കൂട്ടില്ല, ഇഷ്ടമുള്ളത് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവൾ നമ്മളെ കോവയ്ക്ക തോരനുണ്ടല്ലോ, കോവയ്ക്ക മെഴുക്കുവരട്ടി, അപ്പോൾ അതും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പുറത്തേക്ക് അങ്ങനെ ഇത് ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി വന്ന് ചിക്കൻ വെച്ച് ചെയ്താണെന്നും തോന്നൂല. അപ്പോൾ ഇത് സംഗതിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ക്യാബേജ് തോരൻ കുറച്ച് ബാക്കിയുള്ളത് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി പൊടിക്കാൻ വിചാരിച്ചു. പിന്നെ തൈരുള്ളതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി ഊണായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ വീട്ടിലുള്ളപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, ഭയങ്കര രസമാണ് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് എല്ലാം കൂടെ ഇട്ട് ഒരു പിടിക്കാം. ഞാൻ സാധാരണ ഒരു തവി ചോറേ കഴിക്കലുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് 2-3 തവി ചോറ് ഞാൻ കഴിച്ചിട്ടുണ്ട്. സാമ്പാറൊക്കെ നല്ല കട്ടിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചോദിച്ചിട്ടിടാം. അപ്പോൾ എന്തായാലും എല്ലാം കൂടെ അടിപൊളി ഒരു ലഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്താ ഇഷ്ടപ്പെട്ടെ? നീ തിന്നു, വേഗം തിന്നു.